ഹലോ, ഇന്ന് ഞാനുള്ളത് നമ്മുടെ കടയിലാണ്. നമ്മുടെ കടയെന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങളെയും നാത്തൂനും കൂടി ഒരു ചെറിയ ഒരു കടയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാമീസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു കടയാണ്. അത് നമ്മൾ അവിടെ ഒരു ചെറിയ രീതിക്കാട്ടോ തുടങ്ങിയത്. ആദ്യം നമുക്ക് ബിരിയാണിയുടെ പാഴ്സൽ ഉണ്ടായിരുന്നു കേട്ടോ. പാഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കടയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് ബിരിയാണി, ഫ്രൈഡ് റൈസ്, അങ്ങനെ നൂഡിൽസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും ഉള്ളത് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ എൻ്റെ അണ്ണൻ ഞങ്ങൾക്ക് ഇത് കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ അതിന് വീഡിയോ എടുത്താൽ കേട്ടോ. നമ്മുടെ സ്പോട്ട് വരുന്നത് കോട്ടയം എറണാകുളം റൂട്ട് വടകരയിലാട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഫുഡൊക്കെ അടിച്ചിട്ട് പോക്കോട്ടോ. ഞാനും ചേട്ടായി അക്കുടുവാങ്കടയാണ് നമ്മൾ കട കാണാൻ പോയത്. കട നേരത്തെ കണ്ടായിരുന്നു, പടുത്തപ്പൊക്കെ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്നലെയാണ് പോയത്. ഇങ്ങനെ ഒരു കട തുടങ്ങണം എന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി കേട്ടോ. കുറച്ചധികം നാളായി ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ, അതുപോലെ നമുക്ക് ഇപ്പോഴാണ് അതിന് സാധിച്ചത് കേട്ടോ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ചരിഞ്ഞു പോയി കേട്ടോ. തിരിച്ചു പിടിച്ചാണ് എടുത്തത്. നമ്മൾ ഫോട്ടോ എടുക്കും പോലെയാണ് ഞാൻ എടുത്തത്. ഫോട്ടോ എടുത്ത് നമ്മൾ തിരിച്ചു പിടിച്ചെടുക്കത്തില്ല, ആ ഒരു രീതിയാണ് എടുത്തത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്തിട്ടും അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നിങ്ങളങ്ങ് ക്ഷമിക്കുന്നോട്. ഫ്രൈഡ് റൈസ് കഴിച്ച് കഴിഞ്ഞ് നമ്മളൊരു ആവി കയറ്റിയ ബ്രെഡും ബീഫ് സ്റ്റൂവും കൂടെ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. വീഡിയോ എടുക്കാഞ്ഞതാണ് കേട്ടോ, മനഃപൂർവ്വം എടുക്കാഞ്ഞതായിരുന്നു. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒന്നുകൂടെ കടയിൽ പോയിട്ട് നല്ല രീതിക്ക് തന്നെ, ഇത് തുടങ്ങിയല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ റൈസൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു, അസാധ്യ ടേസ്റ്റായിരുന്നു. ആങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് പറയുമെന്ന് നിങ്ങൾ ഓർക്കരുത്. ഞാൻ ഓർത്തില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്ന് ഈ ടീം. സാധാരണ നോർമലി ബിരിയാണിയൊക്കെ വെച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അണ്ണൻ ഉണ്ടാക്കി ഫ്രൈഡ് റൈസ് ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കുന്നത്. സോസൊക്കെ ഒഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു, ഒരിക്കലും പൊക്കി പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റ്. ഞാൻ ഉദ്ദേശിച്ചതിലൊക്കെ ഒരുപാട് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു. അക്കുടവായിക്കും മിനിമൊക്കെ വാരി കൊടുത്തു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ.